നമസ്കാരം. 10ാം ക്ലാസ്സിലെ അടിസ്ഥാന പാഠാവലി അരങ്ങും പൊരുളും എന്ന 1ാം യൂണിറ്റിലെ ചിത്രകാരി എന്നുള്ള പാഠഭാഗം കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ചർച്ച ചെയ്തിരുന്നു. ആ ഒരു ചാപ്റ്ററിൻ്റെ നോട്ടും കൃത്യമായിട്ട് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകിയിട്ടുണ്ട്. നിങ്ങൾ ശ്രദ്ധിക്കുക. ഇന്ന് നമ്മൾ ഖൽബിലെ നിലാവ് എന്നുള്ള 2ാമത്തെ പാഠഭാഗമാണ് ചർച്ച ചെയ്യുന്നത്. ഏവർക്കും സ്വാഗതം. നമുക്ക് പഠിക്കുവാനുള്ള ഖൽബിലെ നിലാവ് എന്നുള്ള കവിതാഭാഗം ഇത് ഭൂമിയാണ് എന്നുള്ള നാടകത്തിലെ ഗാനമാണ്. 1953 KT മുഹമ്മദ് രചിച്ച ഖൽബിലെ നിലാവ് എന്നുള്ള കവിതയ്ക്ക് ഈണം നൽകിയത് SM സെയ്ദാണ്. ഇതേ ഗാനം മലയാള സിനിമയിൽ ബാല്യകാല സഖിയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നു. നായകനും പ്രണയിനിയുമാണ് ഈ ഗാനത്തിലെ പ്രധാന കഥാപാത്രങ്ങൾ. നായകൻ്റെ ആഴത്തിലുള്ള പ്രണയം, നായികാ വർണ്ണന, കാത്തിരിപ്പിൻ്റെ തീവ്രത എന്നിവയാണ് ഖൽബിലെ നിലാവ് എന്നുള്ള ഗാനത്തിലെ പ്രധാന ആശയങ്ങൾ. പ്രണയഗാനങ്ങളുടെ സ്വഭാവമാണ് പ്രകൃതി വർണ്ണന. ഇവിടെ നായികയെ വർണ്ണിക്കുക മാത്രമല്ല, കാത്തിരിപ്പിൻ്റെ തീവ്രതയും ശക്തമായി കവി ആവിഷ്കരിച്ചിരിക്കുന്നു. നാട്ടുഭാഷയുടെ പ്രയോഗമാണ് ഖൽബിലെ നിലാവ് എന്ന ഗാനത്തെ ഏറെ സുന്ദരമാക്കിയിട്ടുള്ളത്. കവിതയുടെ ആശയത്തിലേക്ക് പ്രവേശിക്കാം. കവികൾക്ക് ഏറെ ഇഷ്ടമുള്ളവയാണ് താമരപ്പൂക്കൾ. താമരപ്പൂക്കൾ സൂര്യൻ്റെ പ്രണയിനിയാണ് എന്നതാണ് കവിഭാവന. പ്രകൃതി സൗന്ദര്യത്തിലെ മൂർത്തിഭാവങ്ങളിലൊന്നാണല്ലോ ഈ താമര എന്നത്. താമരപ്പൂക്കൾ നിറഞ്ഞ ഉദ്യാനത്തിൽ താമസിക്കുന്നവൾ എന്നതുകൊണ്ട് നായിക താമസിക്കുന്ന ഇടം പോലും നായകന് സ്വർഗതുല്യമാണ്, അല്ലെങ്കിൽ സ്വർഗീയ അനുഭൂതി നൽകുന്നതാണ് എന്ന് കവി സൂചിപ്പിക്കുന്നു. അതുപോലെ പഞ്ചവർണ്ണ പൈങ്കിളിയുടെ സൗന്ദര്യം പകുത്തു കിട്ടിയവളാണ് നായിക. സുന്ദരികളിൽ സുന്ദരിയാണ് നായിക എന്നാണ് പൂക്കളിൽ പൂറാണിയായി എന്ന പ്രയോഗം കൊണ്ട് അർത്ഥമാക്കുന്നത്. നായികയുടെ നോട്ടം നായകൻ്റെ ഹൃദയത്തിൽ ഉളവാക്കിയ ചലനങ്ങളെ സൂക്ഷ്മമായി അവതരിപ്പിക്കുന്ന പ്രയോഗമാണ് ഖൽബുകളിൽ കല്ലെറിയുക എന്നത്. ചന്ദ്രപ്രഭയെപ്പോലും പിന്നിലാക്കുന്ന സൗന്ദര്യവും അമ്പിളിമാമനെ പോലും അതിശയിപ്പിക്കുന്നതാണ് നായികയുടെ സൗന്ദര്യമെന്നും നായകൻ വർണ്ണിക്കുന്നു. നായികയ്ക്കായുള്ള തീവ്രമായ കാത്തിരിപ്പിൻ്റെ ഒടുവിൽ അവൾ അത്രമേൽ സുന്ദരിയാണ് എന്ന് വ്യക്തമാക്കുന്നതാണ് നായകൻ്റെ ഓരോ വിശേഷണങ്ങളും. ഈ ഗാനത്തിൽ നായകൻ തൻ്റെ പ്രണയിനിയെ വിശേഷിപ്പിക്കുന്ന സവിശേഷ പ്രയോഗങ്ങൾ ഏതെല്ലാമെന്ന് നമുക്കൊന്ന് ശ്രദ്ധിക്കാം. താമരപ്പൂങ്കാവനത്തിൽ താമസിക്കുന്നവൾ, പഞ്ചവർണ്ണ പൈങ്കിളിയിൽ പങ്കുറങ്കൊള്ളോൾ, പൂക്കളിൽ പൂറാണിയായി പൂത്തു നിൽക്കുന്നവൾ, കണ്ണുകളാൽ ഖൽബുകളിൽ കല്ലെറിയുന്നോൾ. നായികയുടെ സൗന്ദര്യമാണ് ഈ പ്രയോഗങ്ങളിലൂടെയെല്ലാം വ്യക്തമാക്കപ്പെടുന്നത്. ഇനി നമുക്ക് ചില വരികളിലൂടെ ഈ കവിതയുടെ കൂടുതൽ സവിശേഷ പ്രയോഗങ്ങൾ നമുക്കൊന്ന് ശ്രദ്ധിക്കാം. കൺമണിയെ കാണുവാനായി കൺകൊതിച്ചുപോയി. കാത്തിരിപ്പിൻ്റെ ദൈർഘ്യം ആവിഷ്കരിക്കുന്ന ഈ വരികൾക്ക് എന്തെല്ലാം സവിശേഷതകളാണുള്ളത്. ശബ്ദഭംഗി, പ്രാസഭംഗി, ആവർത്തന ഭംഗി എന്നിവയെല്ലാം ഈ വരികളെ കൂടുതൽ ശ്രേഷ്ഠതയുള്ളതാക്കി തീർക്കുന്നു. കാണുവാനായി, പോയി എന്നീ പദങ്ങളിലെ യാ എന്നുള്ള അക്ഷരം എന്ന ശബ്ദത്തിൻ്റെ ആവർത്തനം വരികൾക്ക് പ്രത്യേക കേൾവി സുഖം നൽകുന്നു. അതുപോലെ തന്നെ കൺമണി, കൺകൊതിച്ചു എന്നിവിടങ്ങളിലെ ആദ്യാക്ഷരപ്രാസവും അന്ത്യാക്ഷരപ്രാസവും നൽകുന്ന ഭംഗിയുണ്ട്. കാത്തിരിപ്പിൻ്റെയും കാണുവാനുള്ള ആഗ്രഹത്തിൻ്റെയും തീവ്രത കൊതിച്ചുപോയി എന്ന വരിയുടെ ആവർത്തനത്തിലൂടെ പ്രകടമാകുന്നു. മറ്റൊരു വരി കൂടി ശ്രദ്ധിക്കാം. അന്നൊരു നാൾ അമ്പിളിമാമൻ വമ്പനായി വന്നു നിന്നെ കണ്ടതോടെ അമ്പരന്നു നിന്നു. ഇവിടെ തന്നെക്കാൾ സൗന്ദര്യമുള്ള നായികയെ കണ്ടതിനാൽ അമ്പിളിമാമൻ അത്ഭുതപ്പെടുകയാണ് ചെയ്യുന്നത്. ഇങ്ങനെ അമ്പിളിമാമനെ പോലും അതിശയിപ്പിക്കുന്നതാണ് തൻ്റെ നായികയുടെ സൗന്ദര്യം എന്നതാണ് നായകൻ്റെ വർണ്ണന. ഇത്തരത്തിലുള്ള സവിശേഷ പ്രയോഗങ്ങൾ കവിതാ ആസ്വാദനത്തിൻ്റെ പ്രധാന ഘടകങ്ങളാണ്. അടിസ്ഥാനപരമായി പ്രണയ സാഫല്യം നേടുവാൻ ആഗ്രഹിക്കുന്ന നായകൻ തൻ്റെ നായിക സുന്ദരികളിൽ സുന്ദരിയാണ് എന്നുള്ള അതിമനോഹരമായ വിശേഷണം നൽകിയാണ് ഈ ഗാനത്തെ ഏറ്റവും കൂടുതൽ മനോഹരമാക്കുന്നത്. കവിതയുടെ ആശയം നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു.
നന്ദി. വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായെങ്കിൽ മറ്റുള്ളവർക്കും കൂടി ഷെയർ ചെയ്യുന്നതിൽ ശ്രദ്ധിക്കുമല്ലോ. താങ്ക്